വ്യാഴാഴ്ച വൈകുന്നേരം ഇടിയോടുകൂടിയ മഴയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ പ്രവചനം. ഇത് നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടി, പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇങ്ങനൊരു പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ മുൻകരുതലെടുത്ത് അതിൻ്റെ പീഡ കുറയ്ക്കട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് പ്രമേഹത്തെക്കുറിച്ച് ഞാൻ പറയണത്. ഒരു വൃദ്ധൻ എന്ന നിലയിൽ നൂറുകണക്കിന് പ്രമേഹമുള്ളവരെ കാണാനും പരിചയപ്പെടാനും അവരുമായിട്ട് ഇടപെടാനും ഉണ്ടായിട്ടുള്ള ഒരു ചിരപരിചയത്തിൽ നിന്ന്, അറിവിൽ നിന്നാണിത്. പ്രമേഹം ഒരു പാവം രോഗമാണ്. അല്പം ഇൻസുലിൻ അല്ലെങ്കിൽ രാവിലെ മേട്ട് വരെ ഗുളിക, ചോറ് കുറച്ചിട്ട് ചപ്പാത്തിയാക്കുക അല്ലെങ്കിൽ ഓട്സാക്കി മാറ്റുക, രാവിലെ കുറച്ച് നടക്കുക, തീർന്നു. ഇതുകൊണ്ട് തീരുന്ന പ്രശ്നമുള്ളൂ എന്നാണ് നമ്മുടെയൊക്കെ ധാരണ. ഇതാണ് നമ്മളെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ നമ്മളെ ബോധിപ്പിക്കുന്നതും നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞു എന്നുള്ള കാര്യവും. പക്ഷേ പ്രമേഹം അങ്ങനെ ഒരു പാവം രോഗമല്ലെന്ന് എനിക്ക് പറയാനുള്ളത്. പ്രമേഹം ഒരു സൈലന്റ് കില്ലറാണ്. ഇതൊരു നിശബ്ദ കൊലയാളിയാണ്. ആദ്യം നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. നമ്മളുടെ പാൻക്രിയാസിലെ ബീറ്റാ സെല്ലുകളിലെ ഏതാണ്ട് ഒരു 70% പ്രവർത്തനക്ഷമത കുറഞ്ഞിരിക്കുന്നു. അവയുടെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞിരിക്കുന്നു. ക്വാളിറ്റിയുള്ള ഇൻസുലിൻ ഉണ്ടാക്കാനുള്ള ശേഷി ഇല്ലാതെയായിരിക്കുന്നു. ഇതിനെ പൂർണ്ണമായിട്ടും പുനഃസ്ഥാപിക്കാൻ പറ്റിയ ഒരു മരുന്നും ലോകത്ത് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ നമുക്ക് ബാക്കിയുള്ള 30, 25, 20% ബീറ്റാ സെല്ലുകൾ ഉണ്ടെങ്കിൽ പോലും സാധാരണ ജീവൻ നയിച്ചു പോകാൻ സാധിക്കും. ഇനി കൂടുതൽ ഡാമേജ് ആകാതെ നോക്കിയാൽ മാത്രം മതിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെന്താണ് ചെയ്യേണ്ടത് നമുക്കിന്ന് ചിന്തിക്കാം. ഇങ്ങനെ ചിന്തിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ. പോയത് പോയി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. പ്രമേഹത്തെ നേരിടാൻ 2 മാർഗമാണുള്ളത്. ഒന്ന്, ആശുപത്രിയിൽ പോവുക, നടത്തുക, മുമ്പ് പറഞ്ഞ പോലെ മരുന്നുകൾ ഉപയോഗിച്ച് പ്രമേഹത്തെ നിയന്ത്രണത്തിൽ നിർത്തുക. ഇങ്ങനെയാണ് നമ്മൾ 99% പേരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചെയ്തിട്ടും ആരുടെയും പ്രമേഹം എന്ന രോഗം മാറുന്നില്ല. ബ്ലഡിലെ ഷുഗർ കുറയുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ബ്ലഡിലെ ഷുഗർ കൂടുതൽ രോഗമല്ല, രോഗലക്ഷണമാണ്. രോഗലക്ഷണം കുറയുന്നുണ്ട്. രോഗലക്ഷണം കുറഞ്ഞാലും രോഗം കുറയുന്നില്ല. പകരം കൂടിക്കൂടി വരികയും ചെയ്യുന്നു. മാത്രമല്ല, കുറച്ച് കഴിയുമ്പോൾ ഷുഗർ റിലേറ്റഡ് ഡിസീസുകൾ, അനുബന്ധ രോഗങ്ങൾ, കൈകാൽ പെരുപ്പ്, കാഴ്ചക്കുറവ്, ഫാറ്റി ലിവർ, കിഡ്നി പ്രോബ്ലം, കാർഡിയക് ഡിസീസ്, സെക്ഷൽ ഡിസ്ഫങ്ഷൻ തുടങ്ങിയിട്ടുള്ള ഷുഗർ റിലേറ്റഡ് ഡിസീസുകൾ നമ്മളെ പതുക്കെ പതുക്കെ പിടിപെടുന്നതായിട്ട് കാണുന്നു. പിന്നെ നമ്മൾ അതിനെല്ലാത്തിനും മരുന്ന് കഴിക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരു കെട്ടു മരുന്നുമായിട്ട് നടന്നു നീങ്ങുന്ന ആളുകളാണ് ഒരു 10, 25, 30 വർഷം കഴിഞ്ഞ പ്രമേഹ രോഗികൾ എല്ലാവരും തന്നെ. പ്രമേഹം നമ്മൾ വിചാരിക്കുന്ന പോലെ ഉപരിതലത്തിൽ മാത്രം ബാധിച്ചിട്ടൊരു രോഗമല്ല. ഇത് ശരീരത്തെ പൂർണ്ണമായും ബാധിക്കുന്ന രോഗമാണ്. ഓരോ സെല്ലുകളെയുമാണ് ബാധിക്കുന്നത്. നമ്മളുടെ ശരീരം സെല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്, കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ കോശങ്ങളെയാണ് ഇത് ബാധിക്കുന്നത്. അതായത് ശരീരത്തെ പൂർണ്ണമായിട്ട് ബാധിക്കുന്നു അർത്ഥം. കോശങ്ങളുടെ അകത്തുള്ള മൈറ്റോകോൺട്രിയയിലാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനുള്ള ഗ്ലൂക്കോസ് പ്രവേശിച്ച് ഊർജ്ജോൽപാദനം നടക്കപ്പെടുന്നത്. ഈ ഗ്ലൂക്കോസിന് സെല്ലുകൾക്ക് അകത്തേക്ക് കടന്നു പോകാൻ സാധിക്കാതെ വരുന്നു. അതിന്റെ ഫലമായിട്ട് ഊർജ്ജോൽപാദനം തടയപ്പെടുന്നു. അങ്ങനെ സെല്ലുകൾക്ക് ആവശ്യമുള്ള ഊർജ്ജം കിട്ടാതെ വരുന്നു. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം കിട്ടാതെ വരുന്നു. നമുക്ക് ക്ഷീണം വരുന്നു, തളർച്ച വരുന്നു. സെല്ലുകൾ കൂടിച്ചേർന്നിട്ടുള്ള ഓർഗൻസിന്, അവയവങ്ങൾക്ക് രോഗബാധ ഉണ്ടാകുന്നു, ഇമ്മ്യൂണിറ്റി കുറയുന്നു, മസിലോസ്, സാർക്കോപ്പീനിയ, മസിലോസ് വരുന്നു, ശരീരഭാരം കുറയുന്നു, അകാല വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്നു, നമ്മളുടെ ലൈഫ് സ്പാൻ, നമ്മളുടെ ആയുസ് കുറഞ്ഞു വരുന്നു. ഇതാണ് കണ്ടുവരണത്. എനർജി ലോസ് വന്നു കഴിഞ്ഞാൽ അത് ശരീരത്തെ പൂർണ്ണമായിട്ടും ബാധിക്കും. നമ്മൾ ഫിസിക്കലായിട്ട് ശരീരശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നവരായാലും ബുദ്ധിശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നവരായാലും അവരുടെ ഔട്ട്പുട്ട് കുറയും, ശ്രദ്ധ കുറയും, ഓർമ്മശക്തി കുറയും. അങ്ങനെ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ആ രംഗത്ത് കൂടുതൽ ശോഭിക്കാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും. 2 വർഷം മുമ്പ് ഞാൻ നടത്തിയ ഒരു ഷുഗർ റിവേഴ്സ് ട്രെയിനിങ് കോഴ്സിൽ വന്നപ്പോൾ നേവിയിൽ ഒരു സയന്റിസ്റ്റ് കാര്യമായിട്ട് തുറന്നു പറഞ്ഞു, എനിക്ക് പ്രമേഹം ബാധിച്ചിട്ട് 15 വർഷമായി. ഒരു 10 വർഷമെങ്കിലും സാറിനെ കാണാനും ഇതുപോലൊരു കോഴ്സിൽ പങ്കെടുക്കാനും സാധിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ ഭാരതത്തിന് വേണ്ടിയിട്ട് ചെയ്തതിന്റെ ഇരട്ടി സേവനം ചെയ്യാൻ പാടും. കാരണം അദ്ദേഹം ഒരു വലിയ ശാസ്ത്രജ്ഞനാണ്, പല വിധത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്.
പക്ഷേ ഈ പ്രമേഹം അദ്ദേഹത്തിന്റെ ആ ബുദ്ധിശക്തിയെ വളരെ സാരമായിട്ട് ബാധിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് തന്നെയാണ് ശരീരം കൊണ്ട് അധ്വാനിക്കുന്നവർക്കും പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കണമെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെയുള്ള ഈ ഗുളിയോ ഇൻസുലിനോ മാത്രം പോരാ, ശരീരത്തിലെ എല്ലാ സെല്ലുകളെയും ബാധിക്കുന്ന, ശരീരത്തെ മുഴുവൻ ബാധിക്കുന്ന, ആഴത്തിൽ ബാധിച്ചിട്ടുള്ള ഈ പ്രശ്നത്തെ പരിഹരിക്കണമെങ്കിൽ കുറച്ചുകൂടി ആഴത്തിൽ പോകണം എന്ന് എനിക്ക് പറയാനുള്ളത്. ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ട് ഞാൻ പ്രമേഹ രോഗിയായി? ജനിച്ചപ്പോൾ നമുക്ക് ആർക്കും പ്രമേഹമില്ല. പട്ടി കടിച്ചോ പാമ്പ് കടിച്ചോ വണ്ടി ഇടിച്ചോ ഉണ്ടായ വിഷയമല്ല. ഇത് ബാക്ടീരിയ, വൈറസോ ഫംഗസോ അങ്ങനെ രോഗാണുക്കൾ വരുത്തിയ പ്രശ്നവുമല്ല. അതുകൊണ്ടാണ് മരുന്നുകൊണ്ട് നമുക്ക് പ്രമേഹത്തെ കുറയ്ക്കാനും ഇല്ലാതാക്കാനും സാധിക്കാത്തത്. മരുന്നുകൊണ്ട് ആകെ ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാൻ മാത്രമാണ്. കൃത്യമായി ഹോസ്പിറ്റലിൽ പോയി ബ്ലഡിലെ ഷുഗറിനെ കൺട്രോളിൽ നിർത്തുന്നവർക്കും വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബുദ്ധിയുള്ളവർ ചിന്തിക്കേണ്ടത്, ഇതല്ലാതെ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ നമുക്ക് കുറച്ചുകൂടി സക്സസ് ആയിട്ടുള്ള നല്ല ജീവിതം നയിക്കാൻ എന്നാണ് ചിന്തിക്കേണ്ടത്. ഉണ്ടെന്ന് എനിക്ക് പറയാനുള്ളത്. പ്രമേഹത്തിന്റെ കാരണത്തെ ഇല്ലാതെയാക്കണം. ആ കാരണങ്ങൾ പ്രധാനമായിട്ടും രണ്ടാണ്. ഒന്ന്, ശരീരം യോജിക്കാത്ത ആഹാരക്രമവും, രണ്ട്, വ്യായാമത്തിന്റെ പോരായ്മകളുമാണ്. ഈ രണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ പ്രമേഹമുണ്ടായ കാരണമില്ലാതെയാകും. അപ്പൊ കാര്യമായ രോഗമില്ലാതെയാകും. ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇതൊരു സെൽ ആക്ടിവേഷനാണ്, കോശശാക്തീകരണമാണ്. ഇതിനാവശ്യമായ കാര്യങ്ങളാണ് മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്റർ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സ് കൂടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 100 കണക്കിന് ആളുകൾ ഈ കോഴ്സിൽ പങ്കെടുത്തിട്ട് അവരുടെ പ്രമേഹത്തെ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. പലർക്കും പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. മരുന്നുകളുടെ അളവ് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. പലർക്കും മരുന്നുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ മുമ്പ് പറഞ്ഞ ഷുഗർ റിലേറ്റഡ് ഡിസീസുകൾ, അനുബന്ധ രോഗങ്ങളും പടിപടിയായിട്ട് കുറച്ചുകൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും ഇത് സാധിക്കുമെന്ന് എനിക്ക് പറയാനുള്ളത്.